ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇനി ഉണ്ടാകില്ല. ഭൂമുഖത്ത് നിന്ന് തന്നെ അതിനെ തുടച്ചു നീക്കും. പറയുന്നത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആണ്. പലസ്തീൻ ഒരു രാഷ്ട്രമാകണമെന്ന് നിരവധി പേർ ശബ്ദമുയർത്തുമ്പോഴാണ് നെതന്യാഹു ഉറച്ച തീരുമാനവുമായി മുന്നോട്ട് വരുന്നത്. ഇനി ഒരു വിശാല ഇസ്രായേലിനെയാണോ നമ്മൾ കാണാൻ പോകുന്നത്? നെതന്യാഹുവിൻ്റെ വാക്കുകളെ നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയും. കാരണം ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ എന്താണോ ഇസ്രായേൽ ആഗ്രഹിക്കുന്നത് അതവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. അവർക്ക് നടപ്പിലാക്കാനുള്ള ലൈസൻസ് നൽകുകയായിരുന്നു ഹമാസ്. അങ്ങനെയാണ് കഴിഞ്ഞ ഒക്ടോബറിലെ അവിടുത്തെ ഇസ്രായേലിനകത്ത് നടന്ന കൊലപാതകങ്ങൾ അല്ലെങ്കിൽ കൂട്ടക്കൊല, അത് ഇസ്രായേലിന് ലൈസൻസായി മാറുകയും ഹമാസ് അടക്കമുള്ള സംവിധാനങ്ങളെ സമ്പൂർണ്ണമായിട്ട് തുടച്ചുമുറ്റാൻ തീരുമാനിക്കുകയും അതവർ തുടരുകയും ചെയ്തു. ഗസയെ അവർ ഇടിച്ചു നിരത്തി. ഉച്ചഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നതായിട്ടുള്ള പട്ടിണിപ്പാവങ്ങൾക്ക് നേരെ പോലും അവർ ബോംബ് വർഷിക്കുന്നു. ഇതിലൊന്നും ഒരു തടസ്സങ്ങളും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനിടയിൽ പലതരം വാക്കുകൾ, പലതരം വാഗ്ദാനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഗസയെ ഞാനങ്ങ് എടുക്കാം എന്ന് ട്രംപ് പറയുന്നുണ്ട്. ഞാനിതൊരു വലിയ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റിക്കളയാം എന്ന്. പക്ഷേ ഇസ്രായേലിന് ഉറച്ച തീരുമാനമേ ഉള്ളൂ. ഗസ ഇനി ഇല്ല, അത് ഇസ്രായേൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ജോർദാൻ നദിക്കരയുടെ പടിഞ്ഞാറ് വശം എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള ഇസ്രായേലാണോ, അഖണ്ഡ ഇസ്രായേൽ എന്ന് വേണമെങ്കിൽ അവർ പ്രഖ്യാപിക്കും. അവിടെ മുസ്ലിങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യം നെതന്യാഹു ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനം ഇതാണ്: പലസ്തീൻ ഇല്ല. ചരിത്രത്തിൽ നിന്ന് പലസ്തീൻ എന്ന് പറയുന്ന വാക്കിനെ നെതന്യാഹു തുടച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. കാരണം ഇനി അവശേഷിക്കുന്ന വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന ഒരു ചെറിയ പ്രദേശമാണ് പഴയ പലസ്തീൻ്റെ കഷ്ണമായിട്ട് നിൽക്കുന്നത്. അതിനെ പലസ്തീൻ എന്ന് വിളിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് നെതന്യാഹു ഇങ്ങനെയുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അത് സാക്ഷാത്കരിക്കാൻ പോകുന്നൊരു കാര്യമാണ്. അതാണ് നടക്കുകയുള്ളൂ. ഇപ്പോൾ ഫ്രാൻസ്, ബ്രിട്ടൻ, അതുപോലെ നിരവധി രാഷ്ട്രങ്ങൾ പലസ്തീനെ അംഗീകരിച്ചു യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനകത്ത്. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഒരു കടലാസ് സംഘടനയാണ്. ആരംഗീകരിക്കാനാണ് അവർ പറയുന്നത്? അവർ പറയുന്ന ഒരു കാര്യവും ഇസ്രായേൽ കേൾക്കുന്നില്ല, അമേരിക്ക കേൾക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല. പിന്നെ അതിനെന്ത് പ്രസക്തിയാണ്? അതിലിങ്ങനെ പലതൊക്കെ നടക്കും. ഈ പലസ്തീന് രാഷ്ട്രപദവി നൽകിയ രാജ്യങ്ങളെ കൂടി ഇസ്രായേൽ വെല്ലുവിളിക്കുന്നുണ്ട്. ഇനി അങ്ങനെ ഒരു രാജ്യമില്ല. അതിന്റെ പേര് പറഞ്ഞ ആരും ഇവിടെ ശബ്ദമുണ്ടാക്കണ്ട, മുറവിളി ഉയർത്തണ്ട. ഇതില്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് തന്നെയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, പ്രിയങ്ക ഗാന്ധി അടക്കം പാർലമെന്റിൽ വന്നത് പലസ്തീൻ ബാഗുമായിട്ടാണ്. പലസ്തീന് വേണ്ടി ഇവിടെ ഒരുപാട് പേർ കണ്ണീരൊഴുക്കുന്നുണ്ട്. ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു രാജ്യമാണ്. അവർ കുറേ നാളുകളായി അവർക്ക് സമാധാനം വേണം, നിലനിൽപ്പ് വേണം. ഒരു ചെറിയ കേരളത്തിന് എത്രയുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവരെ രക്ഷിക്കാൻ അവർ മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ബോധം അവർക്കുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെ പലസ്തീനും ഒക്കെ ആയിട്ട് അവർ വലിയ രീതിയിൽ സംഘർഷങ്ങൾ നടത്തുന്നത്. ഈ നെതന്യാഹുവിൻ്റെ വെല്ലുവിളി മറ്റ് രാജ്യങ്ങൾക്ക് കൂടി ബാധകമാകുമോ? അല്ല, നെതന്യാഹു ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ന്യായീകരിക്കാൻ, അംഗീകരിക്കാൻ പറ്റുന്നതാകണമെന്നില്ല. കാരണം ഗസയിലെ കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയൊക്കെ കൂട്ടക്കശാപ്പ് നടത്തുന്നതിന് ഒരു ന്യായീകരണം ഒരു സ്ഥലത്ത് നമുക്ക് എഴുതി വെക്കാൻ പറ്റില്ല. പക്ഷേ നമുക്കറിയാം, ഗസയിലും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ മുൻകാലങ്ങളിൽ നിലനിന്നിരുന്ന സംഘർഷങ്ങൾ, നിരന്തരമായിട്ടുള്ള സംഘർഷഭരിത ഭൂഭാഗമായിട്ടത് മാറ്റി തീർത്തിരുന്നു എന്നുള്ളതാണ്. അന്ന് ലോകരാഷ്ട്രങ്ങൾക്കത് ഇടപെട്ട് വളരെ സമാധാനപൂർണമായ രീതിയിൽ മാറ്റി തീർക്കാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. കാരണം ഒരു ദ്വിരാഷ്ട്രവാദം എന്നുവെച്ചാൽ പാലസ്തീൻ എന്ന് പറയുന്ന വലിയ പ്രവിശ്യയിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രവും അതേപോലെ തന്നെ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രവും അത് അംഗീകരിക്കപ്പെട്ടാണ് ആദ്യം. പക്ഷേ അന്ന് അറബ് രാഷ്ട്രങ്ങളൊന്നും അത് അംഗീകരിക്കപ്പെടാതെ പോവുകയും പിന്നീട് ആ തർക്കം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയും ആരും കൃത്യമായിട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ വെക്കുകയോ പ്രായോഗികമായിട്ട് അതിൻ്റെ ഇടപെടലുകൾ നടത്തുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ്. അതങ്ങനെ പോയി അവസാനം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പലസ്തീൻ തുടച്ചു മാറ്റപ്പെട്ടു എന്നുള്ളതാണ്. പലസ്തീൻ തുടച്ചു മാറ്റപ്പെടുന്നതിന് ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷേ ഇസ്രായേൽ അങ്ങനെ ചെയ്യാണ് ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ലോക വ്യവസ്ഥക്കൊക്കെ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുക. മുൻപ് എല്ലാ കാര്യങ്ങൾക്കും ഒരു വ്യക്തതയുണ്ടായിരുന്നു, ഒരു നീതി ഉണ്ടായിരുന്നു, ഒരു നിയമവും ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്നില്ലായ്മ ചെയ്യപ്പെട്ടു. ആർക്കും ആരെയും എന്തും ചെയ്യാം എന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറി. റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധപ്രവർത്തനം നടക്കുന്നു.
ഇസ്രയേലും അതേപോലെ തന്നെ ഇസ്രയേലിന് ചുറ്റുമുള്ള എല്ലാ രാഷ്ട്രങ്ങളുമായിട്ട് യുദ്ധം നടക്കുന്നു, അല്ലെങ്കിൽ ഇസ്രയേൽ എല്ലാവരെയും ആക്രമിക്കുന്നു. ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് ഇതൊന്നും ശരിയല്ല, ഇതിനെയൊക്കെ പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുന്നുണ്ടോ? ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഖത്തറിലെ കാര്യം തന്നെ നമുക്കറിയാം. ഖത്തറിൽ അമേരിക്കയ്ക്ക് സൈനിക താവളം നിർമ്മിക്കാനായിട്ടുള്ള സൗകര്യം ഖത്തർ ഒരുക്കി കൊടുക്കുന്നത് ഖത്തറിനെ സംരക്ഷിക്കുമെന്ന വിശ്വാസത്തിൻ്റെ പുറത്തായിരുന്നു. പക്ഷേ അവിടെയും ഇസ്രയേൽ കൊണ്ട് ബോംബിട്ടു. അമേരിക്ക പറഞ്ഞു, ഓ ഞാനൊന്നും അറിഞ്ഞില്ല. ഇപ്പം അങ്ങനെ മാറുന്നു. അങ്ങനത്തെ ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. ഒരു രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രത്തിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ വേണം. എങ്കിലേ നമുക്ക് രാഷ്ട്രം തന്നെ അംഗീകരിക്കാൻ പറ്റുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പരമാധികാരം. പലസ്തീൻ എന്ത് പരമാധികാരമുള്ളത്? ഒരു ചുക്കുമില്ല, അവരൊരു സർക്കാർ പോലും ഇല്ല, ഒരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ്. 2, അവർക്കൊരു സൈന്യം വേണം എന്നുള്ളതാണ്. പലസ്തീൻ എവിടെ സൈന്യം ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 3 എന്താണ്? അവർക്കൊരു ഫ്രോണ്ടിയർ, അതിർത്തി വേണം. അവർക്ക് എവിടെ അതിർത്തി ഇല്ല. 4 ഒരു രാഷ്ട്രത്തിന് വേണ്ട പോപ്പുലേഷൻ, ജനത എന്ന് പറയുന്ന ജനങ്ങൾ, അതുണ്ട് ഇഷ്ടംപോലെ. അതുകൊണ്ട് മാത്രമൊന്നും രാഷ്ട്രമാകില്ല. ഈ പറയുന്ന എല്ലാ വിഷയങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രമുള്ളൂ. മറ്റ് ലോകരാഷ്ട്രങ്ങൾ അംഗീകരിച്ചുകൊണ്ടും രാഷ്ട്രമാവില്ല എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇപ്പോൾ ഈ പലസ്തീൻ്റെ അവശിഷ്ട സംഭവവികാസങ്ങൾ നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലായത്. ഈ പൊതുവെ ഈ പലസ്തീൻ ഇസ്രായേലിന് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ടല്ലേ ഇപ്പോൾ ഇസ്രായേൽ പലസ്തീനെതിരെ തിരിഞ്ഞിരിക്കുന്നത്? അങ്ങനെയാണോ? അതങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പലസ്തീൻ്റെ ഭാഗങ്ങളിൽ നിരന്തരമായിട്ട് ജൂത സെറ്റിൽമെൻറ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഇസ്രായേലാണ്. അങ്ങനെ ജൂത സെറ്റിൽമെൻറ്റുകൾ നിർമ്മിക്കുകയും അവരെ ഇങ്ങോട്ട് കയ്യേറുകയും അവരെ പലസ്തീനികളായിട്ട് നിരന്തരമായി അക്രമത്തിൽ ഏർപ്പെടുകയും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പലസ്തീനികളൊക്കെ ഇസ്രായേൽ പട്ടാളക്കാരെ കല്ലെറിയും, ഇസ്രായേൽ പട്ടാളക്കാരെ അവരെ വെടിവെച്ചു കൊല്ലും. ഇതൊക്കെയാണ് പല കാലഘട്ടങ്ങളും കുറേ കാലങ്ങൾക്ക് മുമ്പ് കണ്ടത്. അപ്പം അതിൽ നിന്ന് ഉത്ഭുതമായ ഒന്നാണ് യഥാർത്ഥത്തിൽ ഈ ഭീകരപ്രവർത്തനം എന്ന് പറയുന്നത്, ഭീകരപ്രസ്ഥാനം എന്ന് പറയുന്നത്. അതിനെയും ആർക്കും ന്യായീകരിക്കാനായിട്ട് പറ്റില്ല. ഒരൊറ്റ കാലത്ത് മാത്രമാണ് പലസ്തീനെ എന്തെങ്കിലും പ്രസക്തി ലോകഭൂപടത്തിലുണ്ടായിരുന്നുള്ളൂ. അത് പലസ്തീനെ ഒരു ജനാധിപത്യ രാഷ്ട്രമാക്കി വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ധീരമായിട്ടുള്ള ശ്രമം, അത് യാസർ അരാഫത്ത് എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലുള്ളതായിരുന്നു. അന്ന് PLO എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ടായിരുന്നു, പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംവിധാനം. അന്ന് ശരിയാണ്, ലോകരാഷ്ട്രങ്ങൾക്ക് ഇതിലിടപെടാനായിട്ട് ഒരു അന്തസ്സുണ്ടായിരുന്നു. അവരാകട്ടെ ജനാധിപത്യ രീതിയിൽ മുന്നോട്ട് വരാനും പ്രവർത്തിക്കാനുമൊക്കെ ശ്രമം നടത്തിയിരുന്നു. അതെല്ലാം കഴിഞ്ഞുപോയി. എല്ലാം മാറി വളരെ മനുഷ്യന് ഇടപെടാൻ പറ്റാത്ത തരത്തിലേക്കുള്ള അക്രമോത്സുകമായിട്ടുള്ള ഒരു സംവിധാനത്തിലേക്ക് ഇത് എത്തപ്പെട്ടു. അപ്പോഴും ലോകത്ത് മുഴുവൻ മനുഷ്യരെയും വേദനിപ്പിക്കുന്ന ഒന്നാണ് അവിടുത്തെ കുട്ടികളെയും അതേപോലെ സ്ത്രീകളും. അവർ നിരന്തരമായിട്ട് ബോംബിനാൽ ആക്രമിക്കപ്പെടുകയും തോക്കിനാൽ കീറിമുറിക്കപ്പെടുകയും ചെയ്യുന്നത്. അവരുടെ കണ്ണീരെന്ന് പറഞ്ഞാൽ ലോകത്തിൻ്റെ മുന്നിൽ ഉയരുന്ന കണ്ണീര് തന്നെയാണ്. അത് ഒന്നും ആർക്കും പരിഹരിക്കാനോ ആർക്കും അതിനോട് പരിതപിക്കാനോ അല്ലെങ്കിൽ സഹതപിക്കാനോ പറ്റാത്ത തരത്തിലേക്ക് മാറിയ ഒരു സംഭവമാണ്. കേരളത്തിൽ ഒക്കെ നടത്തിയ ആ പലസ്തീൻ ഐക്യദാർഢ്യ സമരങ്ങളും ഘോഷയാത്രകളും എന്നൊക്കെ പറഞ്ഞാൽ വെറും തമാശകൾ മാത്രമായിരുന്നു. കാരണം അതിനൊന്നും ഒരു പ്രസക്തിയില്ല. പ്രസക്തി ഉണ്ടെങ്കിൽ ലോകം മുഴുവനും എന്ത് ചെയ്യണം? അതിനെ ശരിയായ രീതിയിൽ വീക്ഷിക്കുകയും ശരിയായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യണം. ഈ ലോകത്തിന് ഇതിൻ്റെ പേരിൽ ഒരു പ്രതിരോധം നടത്താനായിട്ട് കഴിയാതെ പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹമാസാണ്. ഹമാസ് കഴിഞ്ഞ ഒക്ടോബറിൽ കയറി അവിടെ കയറി ആക്രമിച്ച് അത്രയധികം ആളുകൾ കൊന്നു കഴിഞ്ഞപ്പോൾ അതിനെ ന്യായീകരിക്കാനും സപ്പോർട്ട് ചെയ്യാനും പിന്നെ ആരും ഇല്ലാത്ത സ്ഥിതിയാണ്. ആ ഒരു ലൈസൻസിലാണ് ഇസ്രായേൽ ഇത്തരത്തിലുള്ള തെമ്മാടിത്തരങ്ങളും തോന്നിയാസങ്ങളും നിരന്തരമായി നടത്തുകയും അവസാനം ഇസ്രായേലിൻ്റെ ഒരു ലക്ഷ്യം അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കാൻ പാലസ്തീൻ അതിനെക്കുറിച്ച് സംസാരിച്ചു പോകരുത് എന്ന് ലോകത്തോട് പറയുകയാണ് ചെയ്തത്. ഇനി പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിച്ച രാഷ്ട്രങ്ങൾക്കെതിരെയും ചിലപ്പോൾ ഇസ്രായേലിൻ്റെയും നീക്കങ്ങൾ നടത്തും. അവരെയും ചിലപ്പോൾ ആക്രമിച്ചെന്നിരിക്കും. കാരണം അവരെ ആക്രമിച്ചാൽ ആര് ചോദ്യം ചെയ്യാനാണ്? ആർക്കും ചോദ്യം ചെയ്യാനായിട്ട് പറ്റാത്ത തരത്തിൽ ഉള്ളൊരു ശക്തിയായിട്ട് ഇസ്രായേൽ മാറുന്നു. ഇസ്രായേൽ ഒറ്റക്കുള്ളത് കൊണ്ടല്ല, ഇസ്രായേലിനൊപ്പം അമേരിക്ക ഉള്ളതുകൊണ്ടാണ്. ആകെ നമ്മളിതിൽ വ്യത്യസ്തമായിട്ടൊരു കാഴ്ച കണ്ടത്, ഇസ്രായേൽ പോയി ഇറാനിട്ട് അടിച്ച സമയത്ത് ഇറാൻ തിരിച്ച് ഇസ്രായേലിനെ ശരിക്കും ആക്രമിച്ചുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രണ്ടുപേർക്കും നല്ല പരിക്കേറ്റ സമയത്ത് രണ്ടുപേരും നിശബ്ദരായി പിരിഞ്ഞുപോയി. അവിടെ കണ്ട ആകെ ഒരു കാര്യം ഇതാണ്. അതല്ലാതെ ഇറാന് പോയിട്ട് ഇസ്രായേലിനെ പാഠം പഠിപ്പിക്കാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചില്ല. ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുന്ന സമയത്ത് ആ ആക്രമത്തെ തിരിച്ചാക്രമിക്കും എന്ന് ഒരു സന്ദേശം നൽകാനായിട്ട് ഇറാന് കഴിഞ്ഞു എന്നത് മാത്രമാണ് വ്യത്യസ്തമായ ഒരു പാഠം ഇതിനകത്ത് നമ്മൾ കണ്ട്. മറ്റെല്ലായിടത്തും ഇസ്രായേൽ കയറി അടിച്ചുകൊണ്ടിരിക്കുകയും മറ്റുള്ളവരെ അടികൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ നെതന്യാഹുവിൻ്റെ എന്താണ് പ്രസ്താവന, സ്റ്റേറ്റ്മെൻറ്റ്, നോ പലസ്തീനില്ല, അത് ഒരു സത്യവും യാഥാർത്ഥ്യമായിട്ട് വരും എന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.